ഞങ്ങൾ പോയിട്ട് പോവും. ഇനിയിതേ ഇവൻ ഇതുപോലാണോ ഏത് നേരവും? എപ്പോഴും ഫോൺ വിളിയാണോ? അവനതിനേ ഉള്ളു സമയം. അവൻ തീർന്നൊന്ന് കൂട്ടിയാൽ മതി. ഞാൻ പണ്ട് ഇവൻ്റെ ചേച്ചിയെ വന്ന് പെണ്ണ് കണ്ട സമയത്തും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. അന്ന് ഇതുപോലെ മൊബൈൽ ഫോൺ ഒന്നുമില്ല, ലാൻഡ് ഫോണാണ്. STD ബൂത്തിൽ പോകണം. അന്ന് പിന്നെ ഈ ലാൻഡ് ഫോണെ വിളിക്കുമ്പോൾ ഒത്തിരി പൈസ ആവും. പിന്നെ നമ്മൾ ഈ 1 രൂപ കോയിൻ ഇട്ട് വിളിക്കുമായിരുന്നു, മറ്റേ ചുമല ഫോണിൽ. നിങ്ങൾ കണ്ടിട്ടില്ല. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിൽ വെച്ച് അവള് കെട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് വെച്ചാൽ നമ്മളോട് പെരുമാറുന്നത്. ഇവൻ്റെ അവസ്ഥ അതായി പോവും. നമ്മൾ ഈ കെട്ടുന്നതിന് മുമ്പ് വിളിക്കുന്ന വിളിയിൽ പറയുന്ന പല കാര്യങ്ങളും അവർ മനസ്സിൽ ഫീഡ് ചെയ്ത് വയ്ക്കും. കെട്ട് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അത് വെച്ചാൽ നമ്മളോട് പെരുമാറുന്നേ. ആണല്ലേ? ആ, തന്തയും തള്ള ഇറക്കി വിടായിരുന്നാൽ മതിയായിരുന്നു. ഇവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടേ ഇവനൊരു പെണ്ണനാന്ന് തോന്നുന്നു. അതവൻ്റെ അമ്മ തന്നെ പറഞ്ഞു, വീട്ടിലെ ആഹാരമൊന്നും അവന് ഇഷ്ടമല്ലെന്ന്, ബേക്കറി ഫുണ്ടയാന്ന്. ഇപ്പോഴത്തെ പുക്കാ ഭാവവും ചെറുപ്പക്കാരും ബേക്കറി ഫുണ്ടകളാ. ആ, ചേച്ചിയാണോ വിളിക്കുന്നത്? എടുത്തില്ല, ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അത് മരണമണിയാകും. ഹലോ എടി, ഞങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുക. ഞാൻ ഇപ്പം അങ്ങോട്ട് വരും. നമുക്ക് 5:30 ബസ്സിന് പോവാം.